നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സനിൽ പെരുന്തോട്ടത്ത്. ഡിസംബർ മാസം ഇതാ മറ്റൊരു IPO കൂടി വന്നിരിക്കുന്നു. ഇപ്രാവശ്യം MedPlus ഹെൽത്ത് എന്ന കമ്പനിയാണ്. ഡിസംബർ 13 മുതൽ 15 വരെയാണ് ഈ ഇഷ്യൂ ഓപ്പൺ ആയിരിക്കുന്നത്. ഇവർ വിപണിയിൽ നിന്ന് മൊത്തത്തിൽ സമാഹരിക്കാൻ ഉദ്ദേശിക്കുന്നത് 1398.3 കോടി രൂപയാണ്. അതിൽ 600 കോടി രൂപയും ഫ്രഷ് ഇഷ്യൂ ആണെന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഫാർമസി റീറ്റെയിലർ കമ്പനിയാണിത്. അപ്പോൾ ഈ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ, നിങ്ങൾ ആ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്ത് ഒരു അറ്റൻഡൻസ് വെച്ചതിന് ശേഷം ഇത് കാണാൻ ആരംഭിക്കണമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. MedPlus ഹെൽത്ത് സർവീസസ് ലിമിറ്റഡ്, അതാണ് കമ്പനിയുടെ മുഴുവൻ പേര്. 2006 ഗംഗാടി മധുക്കർ റെഡ്ഡി എന്ന സമർത്ഥനായ ഒരു എൻട്രപ്രണർ സ്ഥാപിച്ചതാണിത്. അത് ഹൈദരാബാദ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണിത്. ഇത് വെറും ഒരു ഫാർമസി റീറ്റെയിലർ കമ്പനി മാത്രമല്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. കാരണം ഇതിന് മാനുഫാക്ചറിങ് യൂണിറ്റുകൾ കൂടിയുണ്ട്. അപ്പോൾ കുറച്ച് മാനുഫാക്ചറിങ് കൂടിയുള്ള ഒരു കമ്പനിയാണിത്. ഇന്ത്യയിലെ തന്നെ രണ്ടാമത്തെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ രണ്ടാമത്തെ ഫാർമസി റീറ്റെയിലർ കമ്പനി. റവന്യൂവിൻ്റെ കാര്യത്തിലും ടോട്ടൽ സ്റ്റോറുകളുടെ എണ്ണത്തിലും ഇത് തന്നെയാണ്. അപ്പോൾ MedPlus ഹെൽത്ത് സർവീസസ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ മറ്റ് കോമ്പറ്റീറ്റേഴ്സ് ആരൊക്കെയാണ് വിപണിയിൽ എന്ന് നോക്കുകയാണെങ്കിൽ അപ്പോളോ ഫാർമസിയാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്. 2 MedPlus ആണ്. 3 വെൽനസ് ഫോറെവർ, API ഹോൾഡിംഗ്, ടാറ്റ 1mg, പിന്നെ നെറ്റ്മെഡ്സ്, ഇങ്ങനെയുള്ള കമ്പനികളാണ് മറ്റ് ഇതേ രംഗത്ത് തന്നെ പ്രവർത്തിക്കുന്ന കമ്പനികൾ. കമ്പനിയുടെ ഫാർമസി സ്റ്റോറിലുള്ളത് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അവരുടെ പ്രോഡക്റ്റുകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന്, വളരെ വൈഡ് റേഞ്ചിലുള്ള കാര്യങ്ങളാണ് അതെല്ലാം. ഫാർമസ്യൂട്ടിക്കൽ ആൻഡ് വെൽ കെയർ പ്രോഡക്ട്സ്, അതെന്താണെന്ന് വെച്ചാൽ മെഡിസിൻസ്, വിറ്റാമിൻസ്, മെഡിക്കൽ ഡിവൈസസ്, പിന്നെ ടെസ്റ്റ് കിറ്റുകൾ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അതുകൂടാതെ ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സ് ഉണ്ട്. ഹോം ആൻഡ് പേഴ്സണൽ കെയർ പ്രോഡക്ട്സ്, അതായത് ടോയ്ലറ്റേഴ്സ്, ബേബി കെയർ പ്രോഡക്ട്സ്, സോപ്സും ഡിറ്റർജൻസും, പിന്നെ സാനിറ്റൈസേഴ്സ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ഈ സ്റ്റോറുകളിൽ ഉണ്ടായിരിക്കും. വെറും ഫാർമസി മാത്രമല്ല, മാനുഫാക്ചറിങ് യൂണിറ്റുകളും ഉണ്ടെന്ന് പറഞ്ഞില്ല. അപ്പോൾ തെലുങ്കാനയിലാണ് 3 മാനുഫാക്ചറിങ് യൂണിറ്റുകൾ ഉള്ളത്. അതിൽ Demat എന്ന് പറയുന്ന സ്ഥലത്തെ യൂണിറ്റിൽ പ്രധാനമായിട്ടും ഉണ്ടാക്കുന്ന പ്ലാസ്റ്റിക് പ്രോഡക്ട്സ് ആണ്. അതായത് മെഡിസിൻ ട്രേസ്, നെബുലൈസേഴ്സ്, വേപ്പറൈസേഴ്സ്, പ്ലാസ്റ്റിക് ബോട്ടിൽസും ക്യാപ്പുകളും, അതുകൂടാതെ അവർ ഓഫർ ചെയ്യുന്ന മറ്റ് പ്രോഡക്റ്റുകൾക്ക് ആവശ്യമായിട്ടുള്ള പ്ലാസ്റ്റിക് ഉപകരണങ്ങളുമാണ് ഈ Demat എന്ന് പറയുന്ന സ്ഥലത്ത് ഉണ്ടാക്കുന്നത്. പിന്നെ പാഷമൈലാര എന്ന് പറയുന്ന സ്ഥലത്ത് ലിക്വിഡ് ഡിസിൻഫെക്റ്റൻസും ടോയ്ലറ്ററീസും കോസ്മെറ്റിക്സും അങ്ങനെയുള്ള സാധനങ്ങളാണ് ആ സ്ഥലത്ത് അവർ മാനുഫാക്ചർ ചെയ്യുന്നത്. പിന്നെയുള്ളത് മൂസാപ്പെട്ട് എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ ഉണ്ടാക്കുന്ന കണ്ണടകൾ, അതായത് ഓപ്റ്റിക്കൽ ഫ്രെയിംസും സ്പെക്ടക്കിൾസുമാണ് ആ സ്ഥലത്ത് നിർമ്മിക്കുന്നത്. അപ്പോൾ 3 മാനുഫാക്ചറിങ് യൂണിറ്റുകൾ തെലുങ്കാനയിലുണ്ട്. സ്റ്റോറുകളുടെ എണ്ണത്തിൻ്റെ കാര്യത്തിലും റവന്യൂവിൻ്റെ കാര്യത്തിലും രാജ്യത്തെ രണ്ടാമത്തെ ഫാർമസ്യൂട്ടിക്കൽ റീറ്റെയിലർ ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ സ്റ്റോറുകളുടെ എണ്ണം പറയുകയാണെങ്കിൽ ഏറ്റവും അടുത്ത കണക്ക് നോക്കുകയാണെങ്കിൽ 2326 സ്റ്റോറുകളാണ് ഇവർക്കുള്ളത്. അപ്പോൾ അത് പ്രധാനമായിട്ടും തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, തെലുങ്കാന, കർണാടക, ഒഡീഷ, വെസ്റ്റ് ബംഗാൾ, മഹാരാഷ്ട്ര എന്നിങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ്. അപ്പോൾ ഇവരുടെ റവന്യൂവിൻ്റെ കാര്യത്തിലാണെങ്കിൽ ചെന്നൈ, ബാംഗ്ലൂർ, ഹൈദരാബാദ് എന്നീ പ്രധാന ലൊക്കേഷനുകളിൽ നിന്ന് 30% വീതമാണ് ഇവരുടെ റവന്യൂ ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ കൽക്കട്ട ഭാഗത്ത് ആ റീജിയനിൽ നിന്ന് 12% അവരുടെ ടോട്ടൽ റവന്യൂ ഈ കഴിഞ്ഞ 2021 കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഉള്ളത്. പിന്നെ ഇവരുടെ വെയർഹൗസിംഗ് സൗകര്യങ്ങളുള്ളത് ഹൈദരാബാദിലും ചെന്നൈ, ബാംഗ്ലൂർ, പിന്നെ വിജയവാഡ, കൊൽക്കട്ട, പൂനെ, ഭുവനേശ്വർ, മുംബൈ, നാഗ്പൂർ എന്നീ ഏരിയകളിലാണ് വെയർഹൗസുകളുള്ളത്. MedPlusന്റെ ആവറേജ് ഒരു സ്റ്റോറിൽ നിന്നുള്ള വരുമാനം 2021 കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ 1.59 crores-ആണ്. ഇത് ആഭ്യന്തര ഫാർമസി റീറ്റെയിലേഴ്സിൻ്റെ, മറ്റ് റീറ്റെയിലേഴ്സിൻ്റെ കാര്യത്തിൽ വെറും 23 ലക്ഷമാണെന്ന് ഓർക്കണം. അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി കമ്പനിയുടെ പ്രൊമോട്ടേഴ്സിനെ കുറിച്ച് നോക്കാം. കമ്പനി 2006 നവംബർ മാസത്തിൽ രൂപം കൊള്ളുന്ന സമയം മുതൽ തന്നെ മാനേജിംഗ് ഡയറക്ടറും CEO ഒക്കെ ആയിട്ടുള്ള ഫൗണ്ടർ ഗംഗാടി മധുക്കർ റെഡ്ഡി
ഇതിൻ്റെ പ്രധാന പ്രൊമോട്ടറാണ്. അദ്ദേഹത്തെ കൂടാതെ ലോൺ ഫറോ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നൊരു കമ്പനി ഇതിൽ പ്രൊമോട്ടറായിട്ടുണ്ട്. അജൈൽ മെഡ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നൊരു കമ്പനിയും ഇതിൻ്റെ പ്രൊമോട്ടർ ആണ്. ഇത് കൂടാതെ ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ഒരു ഫണ്ടാണല്ലോ വാർബർഗ് പിനാക്കസ് ഗ്രൂപ്പ്. അവരുടെ ഒരു വിങ് ആയിട്ടുള്ള ലാവൻഡർ റോസ് ഇതിൽ ഒരു ഇൻവെസ്റ്ററാണ്, പ്രൊമോട്ടർ അല്ല, വലിയൊരു ഇൻവെസ്റ്ററാണ്. അതുകൂടാതെ പ്രേംജി ഇൻവെസ്റ്റ്മെൻറ്റ് അവരും ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയും വലിയ ഇക്വിറ്റി ഫണ്ടുകളെല്ലാം ഇതിൽ താല്പര്യം കാണിച്ചിട്ടുള്ളതാണ്. മാത്രമല്ല ഇതിൽ ഓഫർ ഫോർ സെയിലായിട്ട് വരുന്നത് പ്രൊമോട്ടേഴ്സ് സെല്ല് ചെയ്യുമ്പോൾ പ്രീ ഇഷ്യൂ അവരുടെ കയ്യിൽ 43.16% ഓഹരികളാണുള്ളത്. അവർ ഇഷ്യൂ കഴിയുമ്പോൾ 40.43% അവരുടെ കൈവശമുണ്ട്. അതായത് 2.73% മാത്രമാണ് ഓഫർ ഫോർ സെയിലായിട്ട് പ്രൊമോട്ടേഴ്സ് വിൽക്കുന്നുള്ളൂ എന്നുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി ഇൻവെസ്റ്റേഴ്സ് എന്നുള്ള നിലയിൽ നമുക്ക് കമ്പനിയുടെ സ്ട്രെങ്ത്തിനെ കുറിച്ചൊന്ന് നോക്കാം. ഏറ്റവും വലിയ രണ്ടാമത്തെ ഫാർമസി റീറ്റെയിലർ ആണെന്ന് നമ്മൾ പറഞ്ഞു. അതുകൂടാതെ അവരുടെ ആ സ്ട്രോങ് ബ്രാൻഡ് നെയിം നമ്മൾ എവിടെ പോയാലും എല്ലാ പ്രധാന സ്റ്റേറ്റിലും, സൗത്ത് ഇന്ത്യ പ്രത്യേകിച്ചും എല്ലായിടത്തും തന്നെ ഇവരുടെ സ്റ്റോറുകൾ കാണാനായിട്ട് സാധിക്കും. അതായത് 2300-ലധികം സ്റ്റോറുകൾ ഇവർക്കുണ്ടല്ലോ. അതുകൂടാതെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യമായിട്ട് ഇന്ത്യയിൽ ഓംനി ചാനൽ തുടങ്ങിയിട്ടുള്ള ഒരു ഫാർമസി റീറ്റെയിലറാണ്. ഓംനി ചാനൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ക്ലിക്ക് ആൻഡ് പിക്ക് എന്നുള്ള ആ ഒരു സെല്ലിംഗ് മെത്തേഡാണ്. അതായത് ഒരു ഫോൺ ചെയ്താൽ മതി, അല്ലെങ്കിൽ ഓൺലൈനായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. അങ്ങനെ അപ്പം തന്നെ, അതായത് 2 മണിക്കൂറിനുള്ളിൽ പ്രധാന നഗരങ്ങളിൽ 2 മണിക്കൂറിനുള്ളിൽ തന്നെ ഡെലിവറി എത്തിച്ചേരും. അങ്ങനെയുള്ള ഒരു സർവീസ് ഇന്ത്യയിൽ ആദ്യമായിട്ട് തുടങ്ങിയത് ഈ കമ്പനിയാണ്, MedPlus ആണെന്നുള്ളതൊരു പ്രത്യേകതയാണ്. പിന്നെ അവരുടെ പ്രൊഫഷണലി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മാനേജ്മെൻറ്റ് കമ്പനിയുടെ എടുത്തു പറയേണ്ടതാണ്. അവരുടെ ഫിനാൻഷ്യൽ ട്രാക്ക് റെക്കോർഡും അത്തരത്തിൽ തന്നെയാണ്. ഈ ഇനീഷ്യൽ പബ്ലിക് ഓഫറിലെ ഫ്രഷ് ഇഷ്യൂ വഴി ലഭിക്കുന്ന 600 കോടി രൂപയുണ്ടല്ലോ, അത് അവരുടെ ഒരു സബ്സിഡിയറി കമ്പനി ആയിട്ടുള്ള ഓപ്റ്റിവൽ എന്നുള്ളൊരു കമ്പനിയുടെ വർക്കിംഗ് ക്യാപിറ്റലായിട്ട് ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നു. അതിൽ കുറച്ച് തുക കമ്പനിയുടെ തന്നെ മറ്റ് ജനറൽ കോർപ്പറേറ്റ് പർപ്പസസിനും ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇനി MedPlus ഹെൽത്തിൻ്റെ ഫിനാൻഷ്യൽ പെർഫോമൻസിലേക്ക് നോക്കാം. 2019 മുതൽ 3 വർഷത്തെ കണക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഇപ്പോഴത്തെ പുതിയ അർദ്ധവാർഷിക കണക്കും ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. റവന്യൂ ആണ് ഈ കാണുന്നത്. വളരെ മികച്ച ഒരു റവന്യൂ ആണ്. 2285 കോടി രൂപയാണ് 2019 കമ്പനിയുടെ റവന്യൂ. അത് 2020 ആയപ്പോഴത്തേക്ക് 2887.9 കോടിയായിട്ട് അത് വർദ്ധിച്ചിരിക്കുകയാണ്. അതുപോലെ 2021 നോക്കൂ, 3090.8 കോടിയാണ് അതിൻ്റെ റവന്യൂ വർധനവ്. അത് നമുക്കറിയാം, കോവിഡ് കാലത്ത് അഫക്റ്റ് ചെയ്യപ്പെടാതെ പോയ ഒരു കാര്യമാണ് ഈ ഫാർമസി, അതുപോലെയുള്ള ആരോഗ്യരംഗത്തെ മറ്റു പ്രവർത്തനങ്ങളും. ഇത് ഈ ഹാഫ് ഇയറിൽ 2022 ആദ്യ പകുതിയിൽ 1890.9 കോടി ഇതിനകം തന്നെ റവന്യൂ ലഭിച്ചു കഴിഞ്ഞു. എക്സ്പെൻസസ് നോക്കൂ, ഈ കോളത്തിലെ എക്സ്പെൻസസ് ഇവിടെ 2262.2 കോടിയാണ് 2019, അത് വർദ്ധിച്ചു 2020. കൂടുതൽ വികസന പ്രവർത്തനങ്ങൾക്ക് 2858.5 കോടിയായിട്ട് 2020 വർദ്ധിച്ചതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാകണം നെറ്റ് ഇൻകം നോക്കൂ. നെറ്റ് ഇൻകം 2019 10.5 കോടി രൂപയായിരുന്നു. അത് 2020 ആയപ്പോൾ മൈനസിലേക്ക് പോയി. -0.5 ആണ് അതിൻ്റെ നെറ്റ് ഇൻകം അല്ലെങ്കിൽ ലാഭം എന്ന് പറയുന്നത്. ഇല്ല, അത് നഷ്ടമാണ് കാണിക്കുന്നത്. അടുത്തത് നോക്കൂ, അടുത്ത വർഷം 2021 ആയപ്പോഴത്തേക്ക് 64.1 കോടിയാണ് അവരുടെ ലാഭം. അതിൻ്റെ അടുത്ത വർഷം ആയപ്പോഴത്തേക്ക് 68.2 കോടിയും. അപ്പോൾ ഇത് വർദ്ധിച്ചു വരികയാണ്. ഇവിടെ എക്സ്പെൻസസ് വളരെയധികം വർദ്ധിച്ചത് കൊണ്ടായിരിക്കണം. പിന്നെ വളരെ വിലക്കുറവിലാണ് അവരുടെ വിൽപ്പനകളെല്ലാം തന്നെ ഫാർമസിയിൽ നടക്കുന്നത്. വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. അത്രയും വളരെ കുറഞ്ഞ വിലയിലാണ് മരുന്നുകൾ അതുപോലെയുള്ള മറ്റു ഉപകരണങ്ങളും എല്ലാം വിൽക്കുന്നത് എന്നുള്ളത്. മാർജിൻ പെർസെൻറ്റേജും അതുകൊണ്ട് തന്നെയാണ് ലാഭത്തിൻ്റെ മാർജിനും 0.5% ആണ് 2019. അത് മൈനസിലേക്ക് പോയി 2020 0.02% ആണ്. അതായത് വളരെയധികം കുറഞ്ഞു എന്ന് തന്നെ കാണേണ്ടതാണ്. പിന്നെ അടുത്ത വർഷമായപ്പോഴത്തേക്കും
1% ആയിട്ട് വർദ്ധിച്ചിട്ടുണ്ട് 2021. അത് ഇപ്പോഴത്തെ അർദ്ധവാർഷികം വെച്ച് നോക്കുകയാണെങ്കിൽ 3.6 ആയിട്ട് അത് ഉയർന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പെർഫോമൻസ് ഫിനാൻഷ്യലി വളരെ മികച്ചത് തന്നെയാണ് എന്ന് നമുക്ക് പറയേണ്ടതായിട്ടുണ്ട്. കാരണം ഇന്ത്യയിൽ തന്നെ വളരെയധികം റവന്യൂവിൻ്റെ കാര്യത്തിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ഫാർമസ്യൂട്ടിക്കൽ റീറ്റെയിലർ കമ്പനിയാണല്ലോ ഇത്. ഇനി വാല്യുവേഷൻസ് നോക്കുകയാണെങ്കിൽ EPS ക്രമമായിട്ട് വർദ്ധിച്ച് 5.88 ഏറ്റവും പുതിയ കണക്ക്. PE റേഷ്യോ തയ്യാറാക്കുമ്പോൾ കിട്ടിയിട്ടില്ല. റിട്ടേൺ ഓൺ നെറ്റ്വർത്ത് അതും ക്രമമായിട്ട് കൂടി 8.74 ഇപ്പോൾ. ബുക്ക് വാല്യൂ ഒരു ഷെയറിന് 65 രൂപ 37 പൈസയാണിപ്പോൾ. എന്തായാലും അത് വളരെ പ്രതീക്ഷ നൽകുന്ന കണക്കുകളാണിത്. കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒന്ന് പറയട്ടെ, ഈ IPO വളരെയധികം സവിശേഷതകളുള്ളതാണ്. നമുക്കറിയാം ഈ കമ്പനിയാണ് ആദ്യമായിട്ട് ഓംനി ചാനൽ പ്ലാറ്റ്ഫോം കൊണ്ടുവന്നിട്ടുള്ളത്. അല്ലെങ്കിൽ ക്ലിക്ക് ആൻഡ് പിക്ക് എന്നുള്ള രീതിയിൽ ടെലിഫോൺ കോൾ വഴിയാണെങ്കിൽ ഓൺലൈനായിട്ടും മെഡിസിൻസ് ലഭിക്കുന്ന രീതിയിലുള്ള ഒരു സിസ്റ്റം ഇന്ത്യയിൽ ആദ്യമായിട്ട് തുടങ്ങിയത് ഈ കമ്പനിയാണ്. നമ്മളിപ്പോൾ ടെലിവിഷനിലെല്ലാം നിരവധി കമ്പനികളുടെ അത്തരത്തിലുള്ള പരസ്യങ്ങളൊക്കെ കാണാറുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ 2ാമത്തെ കമ്പനിയാണ് ഇത് ആ രീതിയിൽ പ്രവർത്തിക്കുന്നത്. വളരെയധികം ഹിറ്റായിരിക്കുകയാണ് അവരുടെ ആ രീതിയിലുള്ള വിൽപ്പന തന്നെ. അത് കൂടാതെ ഏറ്റവും കൂടുതൽ സ്റ്റോറുകളുള്ള ഒരു കമ്പനി കൂടിയാണ്. നിരവധി ഇൻ്റർനാഷണൽ ഫണ്ടുകൾ ഇതിൽ പണം മുടക്കിയിട്ടുണ്ട്. പ്രേംജി ഇൻവെസ്റ്റ്മെൻ്റ് അടക്കമുള്ള ഫണ്ടുകൾ ഇതിൽ പണം മുടക്കിയിട്ടുണ്ടെന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ വളരെ ഒരു നല്ല IPO ആയിട്ട് തന്നെയാണ് ഇതിനെ കരുതാമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനി നമുക്ക് ഇഷ്യൂ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. ഡിസംബർ 13 മുതൽ 15 വരെയാണ് ഇഷ്യൂ ഓപ്പൺ ആയിരിക്കുന്നത്. 780, 796 എന്നാണ് പ്രൈസ് ബാൻഡ്. ഫ്രഷ് ഇഷ്യൂ 600 കോടിയാണ്. ഓഫർ ഫോർ സെയിൽ 798.3 കോടി. അപ്പോൾ ടോട്ടൽ വരുമ്പോഴത്തേക്കും 1398.3 കോടി രൂപയാണ് ഇവർ വിപണിയിൽ നിന്ന് റേസ് ചെയ്യുന്നത്. റീറ്റെയിലേഴ്സിന് മിനിമം അപ്ലൈ ചെയ്യാവുന്നത് 18 ഷെയർസാണ്. മാക്സിമം 13 ലോട്ടുകൾ വരെ അവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൽ മറ്റൊരു എടുത്തു പറയേണ്ട കാര്യം, എംപ്ലോയീസിന് ഒരു സന്തോഷ വാർത്ത, 5 കോടി രൂപ അവർക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ചിട്ടുണ്ട്. അതായത് എംപ്ലോയീസിന് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ 78 രൂപയുടെ ഒരു ഡിസ്കൗണ്ടിലായിരിക്കും അവർക്ക് കിട്ടുക. പിന്നെ ഫേസ് വാല്യൂ 2 രൂപയേ ഉള്ളൂ ഇതിൻ്റെ. റീറ്റെയിലേഴ്സിന് 35% ഓഹരികൾ ലഭിക്കുന്നുണ്ട്. കാരണം ലാഭത്തിൽ പോകുന്നൊരു കമ്പനിയാണ്. അപ്പോൾ 35 ടോട്ടൽ IPOയുടെ 35% എന്ന് പറയുമ്പോൾ 487.65 കോടി രൂപ റീറ്റെയിലേഴ്സിന് അത്രയും വാല്യൂവിൻ്റെ ഓഹരികൾ കമ്പനി നീക്കി വെച്ചിട്ടുണ്ട്. അതിൽ NSEയിലും BSEയിലും ലിസ്റ്റ് ചെയ്യുന്ന ഒരു ഷെയർ തന്നെയാണിത്. അപ്പോൾ ഇനി നമുക്ക് ടെൻറ്റേറ്റീവ് ആയിട്ടുള്ള ഇതിൻ്റെ ഡേറ്റുകളിലേക്ക് നമുക്കൊന്ന് നോക്കാം. അലോട്ട്മെൻറ്റ് ഡേറ്റ് വരുന്നത് ഡിസംബർ 20 അതുപോലെ തന്നെ റീഫണ്ട് ഷെയർ കിട്ടാതെ വരുന്നവർക്ക് റീഫണ്ട് കിട്ടുന്നത് 21 ഷെയർസ് കിട്ടിയവർക്ക് ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് വരുന്നത് 22 ലിസ്റ്റിംഗ് വരുന്നത് ഡിസംബർ 23 ഈ ഷെയർ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒരു ലിങ്ക് ഞാൻ മുകളിൽ കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടാൽ മതിയാവും. അതിനെക്കുറിച്ച് വിശദമായിട്ട് അതിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. നമുക്കിതിൻ്റെ ലീഡ് മാനേജേഴ്സിനെ നോക്കാം. ആക്സിസ് ക്യാപിറ്റൽ, ക്രെഡിറ്റ് സ്വിസ് സെക്യൂരിറ്റീസ്, എഡിൽവൈസ് ഫിനാൻഷ്യൽ, നൊമൂറ ഫിനാൻഷ്യൽസ്, ഇത്രയും കമ്പനികളാണ് ഇതിൻ്റെ ലീഡ് മാനേജേഴ്സ്. അത് കൂടാതെ ഇതിൻ്റെ രജിസ്ട്രാർ ടു ദ ഇഷ്യൂ എന്ന് പറയുന്നത് K-Fintech പ്രൈവറ്റ് ലിമിറ്റഡ്. അപ്പോൾ ഫ്രണ്ട്സ്, MedPlus ഹെൽത്ത് സർവീസസ് എന്ന കമ്പനിയുടെ IPO വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇതുവരെ പങ്കുവച്ചത്. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കണം ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിന്. നിങ്ങളുടെ കമൻറ്റുകൾ വളരെ വിലപ്പെട്ടതാണ്. ഇനി അടുത്തൊരു IPO വിശേഷമായിട്ട് നമുക്ക് ഉടനെ തന്നെ വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം, ബൈ.